കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ പിൻവലിക്കണം, ആ പ്രസ്താവന പിൻവലിക്കണം. കൽപ്പാന്തകാലത്തോളം മന്ത്രി അവിടെ തുടരുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിചാരമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഗവർണർ രാജായിരുന്നു. ഗവർണർ രാജ് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി? മന്ത്രിരാജാക്കി. സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസംഗം വെർബൽ ഡയറിയ ആണെന്ന് മന്ത്രി പറഞ്ഞു. ഇത് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയ കാഴ്ചവെക്കുകയുണ്ടായി. മകന്റെ പ്രായമുള്ള ഒരാൾ തന്നെ പറഞ്ഞാൽ തനിക്കും പറയാൻ അവകാശമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിനിടെ രാഹുലിനെ മന്ത്രി പോടാ ചെറുക്ക എന്ന് വിളിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് പോടാ ചെറുക്ക എന്നാണ് പറഞ്ഞത്. ഈ മന്ത്രി നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങളെ യോഗ്യത. എന്നാൽ മന്ത്രി ആരോപണം നിഷേധിച്ചു. എന്റെ ശബ്ദം അത്ര ഉയർന്നൊരു ശബ്ദമല്ല. ഈ ഒരു ശബ്ദം വെച്ച് ഞാൻ അവിടെ ഇങ്ങോട്ട് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് കേട്ടത്? മന്ത്രിയുടേത് മോശമായ പരാമർശമെന്നാരോപിച്ച രമേശ് ചെന്നിത്തല പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടു. ഇടതു സർക്കാരിന്റെ പുതിയ കാൽവെപ്പാണ് സ്വകാര്യ സർവകലാശാല ബില്ലെന്ന് സർക്കാർ പറയുമ്പോൾ ബില്ല് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ബിൽ പാസാക്കിയതിനു പിന്നാലെ AIYF നടത്തിയ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.